24 കട്ടുകൾക്ക് ശേഷമാണ് എമ്പുരാന്റെ പുതിയ പതിപ്പ് പുറത്തിറങ്ങുന്നത്. മതചിഹ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ വാഹനങ്ങൾ കടന്നുപോകുന്ന രംഗങ്ങൾ മുഴുവനും വെട്ടിമാറ്റി. വില്ലന്റെ പേര് ബൽദേവ് എന്ന് മാറ്റി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ നന്ദി കാർഡിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. നേരത്തെ 17 ഇടങ്ങളിൽ റീ എഡിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 24 ഇടങ്ങളിലാണ് റീസെൻസറിംഗ് ചെയ്തിരിക്കുന്നത്. മതചിഹ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു വാഹനം കലാപത്തിലൂടെ കടന്നുപോകുന്ന ഒരു രംഗം സിനിമയിലുണ്ട്. അതിൽ ഒരു മതത്തിന്റെ ചിഹ്നം വ്യക്തമായി ചിത്രത്തിൽ അടയാളപ്പെടുത്തിയിരുന്നു. ആ രംഗം തന്നെ സിനിമയിൽ ഒന്നോ രണ്ടോ തവണ ആവർത്തിക്കുന്നു. ഈ രംഗങ്ങൾ പൂർണ്ണമായും വെട്ടിമാറ്റിയിരിക്കുന്നു. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട സ്ത്രീകൾക്കെതിരായ ആക്രമണമാണ് സിനിമയുടെ തുടക്കത്തിൽ നടക്കുന്നത്. ആ രംഗം സിനിമയിൽ നിന്ന് പൂർണ്ണമായും നീക്കം ചെയ്തു. മൃതദേഹങ്ങളുടെ രംഗങ്ങൾ കാണിക്കുന്ന രംഗവുമുണ്ട്, അതും മാറ്റിയിരിക്കുന്നു. മറ്റൊരു സീനിൽ NIA-യെക്കുറിച്ചുള്ള പരാമർശമുണ്ട്, അത് മ്യൂട്ട് ചെയ്തായിരിക്കും കാണിക്കുക. വില്ലന്റെ പേര് ബജ്രംഗി എന്നതിൽ നിന്ന് ബൽരാജ് എന്നാക്കി മാറ്റിയിരിക്കുന്നു. എന്നാൽ ബൽരാജ് ഒരു രാഷ്ട്രീയ നേതാവായി മാറുമെന്നതിനാൽ വില്ലന്റെ പേര് ബൽദേവ് എന്ന് മാറ്റി. ഗുജറാത്ത് കലാപത്തിന്റെ കുറ്റാരോപിതനായ വ്യക്തിയുടെ പേരിനോട് കഥാപാത്രത്തിന്റെ പേര് സാമ്യമുള്ളതാണെന്ന ആരോപണം സിനിമ പുറത്തിറങ്ങിയ ദിവസം തന്നെ ഉയർന്നു വന്നിരുന്നു. പ്രധാന വില്ലനും സഹായിയായ വില്ലനും തമ്മിലുള്ള സംഭാഷണം മുറിച്ചുമാറ്റി. സെയ്ദ് മസൂദും അദ്ദേഹത്തിന്റെ പിതാവും തമ്മിലുള്ള സംഭാഷണവും മുറിച്ചുമാറ്റി.